പൈസ പറ്റത്തില്ല അമ്മ 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 ഈ വാർഡിലെ മെമ്പറാ ഞാൻ. ഞങ്ങൾ അങ്ങോട്ടേ പൈസ തരൂ, ഇങ്ങോട്ട് വാങ്ങിക്കത്തില്ല അമ്മ മധുരം. ഇതാ എന്തെങ്കിലും നല്ല പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ പൊക്കി അങ്ങ് എടുത്തിരിക്കുകയാണ്. വേണ്ട, എന്നെ എടുത്താലും അത്ര ആരോഗ്യമുണ്ടല്ലേ. ആ വാ. സാന്റയ്ക്ക് ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരെയും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് സാന്റ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. മധുരം. മസാല ടീ കുടിക്കുമോ? വേണ്ട, താഴെ ഇറങ്ങാൻ ഇനി പരിപാടിയില്ല. ഇനി എടുത്തേക്കോ, ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്ന പേടിയില്. മനാത്ത करते മനാത്ത कैसे मनाता है ക്രിസ്മസ്? എനിക്ക് സാന്റ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു ഇഷ്ടം, പക്ഷെ സാന്റ സമ്മതിക്കണ്ടേ. സാന്റ സമ്മതിക്കുന്നില്ല. സാന്റ ഒരു കാലിത്തൊഴുത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വന്ന ജീസസ്, അതുപോലെ തന്നെ ഈ വാർഡിലെ ഈ മെമ്പറിനെ എൻ്റെ വീട്ടിലെ കാലിത്തൊഴുത്തിൽ നിന്ന് തന്നെ എൻ്റെ വാർഡിലേക്ക് പോവുകയാണ്. മേളിൽ നിന്നാണ്. ഹലോ, ഇറങ്ങാണ്. ഇപ്പോൾ വന്നിരുന്നു. പിന്നെ സാന്റാക്ലോസ് വന്നു. പിന്നെ കൂടെ പോയാൽ പോരാന്നാ പറയുന്നത്. ഞാൻ വരാം എന്ന് പറയുമ്പോൾ പറ്റത്തില്ല, വൈറലായി ഇരിക്കുമല്ലേ, ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, തറയിറക്കത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ല പറഞ്ഞ ഒന്ന് പറയാമോ? കൃഷിയുടെ കയ്യിലോട്ട് കൊടുക്കാം. എനിക്ക് ഇവരുടെ കൂടെ നടന്ന് സാന്റയുടെ കൂടെ പോകുന്നതായിരുന്നു ഇഷ്ടം. സാന്റയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ മധുരങ്ങൾ കൊടുക്കുന്നതായിരുന്നു ഇഷ്ടം. കൊടുക്കട്ടെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. സാന്റ സംസാരിച്ചോ. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന കൂടെ പോയാൽ മതിയെന്നാ, പക്ഷെ നിർബന്ധമാണ്. കക്ഷി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തവണ കൂടെയാണ് പോയത്. മധുരം ഇത്തവണ അത് പറ്റത്തില്ല, നാട്ടുകാർ വഴക്ക് പറയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എന്നെ വഴക്ക് പറയും, ശരിയാവത്തില്ല. എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ പോകുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്താൽ മതി, മധുരം കൊടുത്താൽ മതി എന്ന് നിർബന്ധം. ഒരു 3 ദിവസം മുമ്പാണെങ്കിൽ ഞാനൊരു രാത്രി സ്വപ്നം കണ്ടു. വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടത്, ഇപ്പം പലരും വിചാരിക്കും അത് കള്ളമാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ടത് സാന്റ എൻ്റെ സ്വപ്നത്തിൽ വരികയാണ്. വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഇതുപോലെ ഇപ്പം ഇത്തവണ എങ്ങനെ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എല്ലാ തവണയും പോകുന്നതിൻ്റെ വിട്ട് സാന്റ അങ്ങയുടെ രൂപത്തിൽ തന്നെയാണ് ഞാൻ എല്ലാവർക്കും മധുരം കൊടുക്കാൻ പോകുന്നത്. അപ്പം പറഞ്ഞിരുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത്തവണ താങ്കൾ മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മധുരവും ഗ്രീറ്റിംഗ് കാർഡ്സും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, എനിക്ക് സാന്റ ആയേ പറ്റൂ. അപ്പോൾ ഒന്നും പറ്റില്ല, മെമ്പറിനെ ഞാൻ എടുത്തുകൊണ്ട് പോകും. അത് എന്നെ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അതെങ്ങനെ എന്നെ ഇത്രയും നേരം എടുക്കുന്നത്? അല്ല, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും സ്വപ്നം അങ്ങ് മാറുകയും ചെയ്ത് ഉണർന്നു. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് മൊബൈൽ എടുത്തപ്പോൾ ഞാൻ കാണുന്നത് ഒരു വീഡിയോ ആണ്. മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ്, ഒരു പെണ്ണ് ഇതുപോലെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് കാണുന്നത്. അപ്പം അതിലൂടെയാണ് എനിക്ക് ഈ ഐഡിയ തോന്നി. സാന്റ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതേ സ്റ്റൈലിൽ പോകാനാണ്. ഞാൻ രാവിലെ എന്ത് ചെയ്യും, എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്? സാന്റ എന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോകും? ഏറ്റവും പവിത്രമായ എൻ്റെ യേശുക്രിസ്തുവിന്, ജീസസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തു നിന്നാണ് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യം എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം കുറച്ച് മുമ്പാണ്, ഇവിടെ നിന്നാണല്ലോ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ മേക്കപ്പ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഈ കാലിത്തൊഴുത്തിൽ വെച്ച് തന്നെയാണ് ചെയ്തത്. ഇവിടെ തന്നെ ഇരുന്നു. അവസാനമാണ് ഇപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തോന്നിയത്, ജീസസ് ജനിച്ചതേ കാലിത്തൊഴുത്തിലാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പവിത്രമായ സ്ഥലം, വീടുകളിൽ പോകാൻ പറ്റിയ സ്ഥലം, ഇന്നത്തെ ദിവസം പോകാൻ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റിയ സ്ഥലം ഈ കാലിത്തൊഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വാർഡുകളിലേക്ക് പോകാം. ഒരു കാലിത്തൊഴുത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വന്ന ജീസസ്, അതുപോലെ തന്നെ ഈ വാർഡിലെ ഈ മെമ്പറിനെ എൻ്റെ വീട്ടിലെ കാലിത്തൊഴുത്തിൽ നിന്ന് തന്നെ എൻ്റെ വാർഡിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും മധുരവും കൊടുക്കാനും ആശംസകൾ അർപ്പിക്കാനും വേണ്ടി. അല്ല, ഇങ്ങനെ നമ്മളെ അങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തിരിച്ചാണ് ഇഷ്ടം. എനിക്ക് സാന്റ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു ഇഷ്ടം, പക്ഷേ സാന്റ സമ്മതിക്കണ്ടേ. സാന്റ സമ്മതിക്കുന്നില്ല. സാന്റ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, കേൾക്കുമെങ്കിൽ ഓക്കെ. ഇതും പറയാൻ വിഷമം തോന്നുന്നു കേട്ടോ. സാന്റയെ കൊണ്ട് ഈ തേരിയല്ല എന്നെ കൊണ്ട് എടുപ്പിക്കും. എന്നെ നടന്നു പോവാം സാന്റേ, ഞാൻ നടന്നോളാം.
ഞാൻ നടന്ന് പൊക്കോളാം, എന്നെ ഒന്ന് ഇറക്കി വിടൂ. ആ സമ്മതിക്കോ? നിങ്ങളെങ്ങാനോ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാ എന്തെങ്കിലും നല്ല പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ പൊക്കി അങ്ങ് എടുത്തിരിക്കുകയാണ്. അമ്മ അമ്മ പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല, പെൻഷനൊന്നും കിട്ടിയില്ല. എത്ര നാൾ കൊണ്ട് കിട്ടുന്നില്ല? അയ്യോ അമ്മ പൈസ തരണ്ട. അമ്മയുടെ അയ്യോ പൈസ പറ്റത്തില്ല. അമ്മ ഈ വാർഡിലെ മെമ്പറാ ഞാൻ. ഞങ്ങൾ അങ്ങോട്ടേ പൈസ തരൂ, ഇങ്ങോട്ട് വാങ്ങിക്കത്തില്ല അമ്മ. മധുരം വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ മോനുണ്ട്, മരുമോളുണ്ട്. ആണോ? നല്ല സന്തോഷത്തോടെ ജീവിക്കുക കേട്ടോ. അമ്മ ഏത് വാർഡാ? ഞാൻ അരിങ്ങട വാർഡാ അല്ലേ? ഞാൻ രണ്ടാളും കൂടി വാർഡ് മെമ്പറാ, പേര് രഞ്ജിത്ത് കേട്ടോ. ആ അങ്ങോട്ട് വന്ന് ശീലേ ഉള്ളൂ.